ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു ഫിലിപ്പിയൻ ഡിഷ് ട്രൈ ചെയ്താലോ? ദ ഓഫ് ദി ഹുക്ക് എന്ന് പറയുന്ന അതായത് ഫേമസ് ആയിട്ടുള്ള അബുദാബിയിലെ ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. ഫിലിപ്പിയൻ ഡിഷ് ട്രൈ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫാമിലി പിന്നെ അതുപോലെ തന്നെ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡിഷാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അതിനവർ റൈസൊക്കെ കൊണ്ട് ടേബിളിൽ പ്ലേറ്റ് ഒന്നുമില്ല, ടേബിളിൽ ഒരു ഷീറ്റ് വെച്ചിട്ട് അതിൽ കൊണ്ട് നമ്മൾ ഇങ്ങനെ ഡംപ് ചെയ്യുകയാണ് സംഭവം. എന്നിട്ട് നടുവിൽ സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ ഓർഡർ ചെയ്ത സംഭവം ചെയ്തു. അത് ശരി, ചോളമുണ്ട്, അതിൽ നമുക്ക് ക്രാബുണ്ട്, ഞണ്ടുണ്ട്, കൊഞ്ചുണ്ട്, പിന്നെ അതിന് മുട്ടയുണ്ട് കേട്ടോ. അതൊക്കെയാണ് മെയിനായിട്ടുള്ള ഡിഷ്. പിന്നെ നമുക്ക് മറ്റൊരു എന്താ പറയുക, ചിപ്പിയല്ലല്ലോ, ഒരു കക്കയുടെ ഉള്ളിലുള്ള സാധനം, എന്താ പറയുക, കല്ലുമ്മക്കായ അല്ല, പക്ഷേ എൻ്റെ പേരെന്താണോ, ആ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കിടിലൻ സാധനമായിരുന്നു. നമ്മൾ കേരളത്തിലെ ആ ഒരു ഫുഡും ഇതും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഒട്ടും സ്പൈസി അല്ല. പിന്നെ ജ്യൂസസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്പൈസി ആയിരുന്നില്ല, ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള നല്ലൊരു ഇതിൻ്റെ സോസില്ല, ഇതിൻ്റെ ഗ്രേവിയിൽ നല്ല രസമുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് ഫിനിഷ് ആക്കി കേട്ടോ. ഇത് തിന്നാനായിട്ട് നമ്മുടെ മീലിടാനായിട്ട് ഈ ആപ്രൻ പോലത്തെ ഒരു സാധനം, അതുപോലെ തന്നെ നമുക്ക് കയ്യുറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം കയ്യുറക്കെ ഇട്ട് കഴിച്ച് നോക്കി, പക്ഷേ നമുക്ക് നമ്മുടെ കൈ വെച്ച് കഴിക്കുന്ന സുഖം വേറെ എന്ത് സാധനം ഇട്ടാലും കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കയ്യുറക്കെ എടുത്ത് കളഞ്ഞിട്ടാ. ആപ്രോണൊക്കെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഗബ്രു തന്നെ അതെടുത്ത് വലിച്ച് കീറി. ഇതാണ് കേട്ടോ ടോട്ടലി ആ ഒരു റെസ്റ്റോറൻറ്റ് ആംബിയൻസ് വന്നിട്ട് നല്ല ആംബിയൻസ് ആയിരുന്നു. ഇത് ഫിനിഷ് ആക്കിയപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി വയറുള്ള സ്ഥലം. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു ഐറ്റം ഓർഡർ ചെയ്തു, കലങ്കാരി എന്ന് പറയുന്നത്. നല്ല ഐറ്റമായിരുന്നു, കൂന്തളിൻ്റെ ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടോ ഈ ഒരു ഫിലിപ്പീൻ ഡിഷ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഈ ഒരു ഓഫ് ദി ഹുക്കിലെ ഈ ഒരു ഐറ്റം നിങ്ങൾ അവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റമാണ്. നിങ്ങളിത് ഡെഫിനറ്റായിട്ട് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. പിന്നെ പിള്ളേരൊക്കെ ആണെങ്കിൽ ജ്യൂസൊക്കെ ആയിട്ട് നല്ല വൈബ് മൂഡായിരുന്നു. 2-3 ആൺപിള്ളേരായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല രസമാണ് അവരുടെ കളി കാണാനായിട്ട്. അങ്ങനെ അവർ നല്ല രീതിയിൽ ചിൽ ഔട്ട് ചെയ്തു, അവരുടെ ടൈം അവർ മാക്സിമം എൻജോയ് ചെയ്തു. അങ്ങനെ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ബൈ.